ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ആബൂൻ മോർ ബസേലിയസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവ. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്ന് യാക്കോബായ സുറിയാനി സഭ കാതോലിക്ക ബാവ ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് പറഞ്ഞു. വട്ടുള്ളി സെന്റ് ജോർജ് ബെത്ലഹേം യാക്കോബായ പള്ളിയുടെ കീഴിൽ പുതുക്കിപ്പണിത കുരിശുപള്ളിയുടെ കൂദാശകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ നടത്തി കേരളത്തിന്റെ തീരദേശത്തുള്ള മനുഷ്യരെ ഉരുമുട്ട് കെട്ടി സംരക്ഷിക്കുന്നത് പോലെ മലയോര കാർഷിക മേഖലയിൽ, ജനവാസ മേഖലയിൽ അതിനുള്ളതായ കോൺക്രീറ്റ് വേലികൾ കെട്ടി, മതിലുകൾ കെട്ടി, മൃഗങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ അണ്ടർപാസ് ഉണ്ടാക്കി, അധിവാസ ഭൂമിയിൽ അവർ അധിവസിക്കുന്ന വനമേഖലയിൽ, അതിൻ്റെ ഉൾവനങ്ങളിൽ അവർക്ക് ഭക്ഷിക്കാനുള്ള വൃക്ഷങ്ങളും എപ്പോഴും കുടിക്കാനുള്ള വെള്ളവും അവിടെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ആനകളും ഈ മൃഗങ്ങളും ഒന്നും നമ്മുടെ ഇവിടേക്ക് വരത്തില്ല, നാട്ടിലേക്ക് ഇറങ്ങി വരത്തില്ല എന്നാണ് ശാസ്ത്രീയമായ പഠനം പറയുന്നത്. അതിലേക്ക് വലിയ കോടിക്കണക്കിന് രൂപ മുതലിറക്കണം. കടക്കണികളായിരിക്കുന്ന കേരള സംസ്ഥാനത്തിന് എന്തുമാത്രം ചെയ്യാൻ പറ്റും നമുക്ക് ഊഹിക്കാവുന്നത്. അവിടെയാണ് സെൻട്രൽ ഗവൺമെന്റിനൊക്കെ ഈ കാര്യത്തിൽ അതിശക്തമായ നിലപാടുകളും അങ്ങനെയുള്ളതായ ആക്ഷൻ പ്ലാൻസിലേക്കും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് വരണം. നമ്മുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം, നമ്മുടെ കൃഷിയിടങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകണം, നശിപ്പിക്കപ്പെട്ട അതിന് തക്കതായ ഇൻഷുറൻസ് സ്കീംസ് ഉണ്ടാകണം. അതിനൊരു സുരക്ഷിതത്വ ബോധം എല്ലാ അർത്ഥത്തിലും ജീവനും അവരുടെ സ്വത്തിനുമുള്ള കൃഷിക്കുമുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ നമ്മുടെ നാട്ടിൽ പല സംവിധാനങ്ങളിലൂടെ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതെല്ലാം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവസാനം ഇവിടെയെല്ലാം മുഴുവൻ മൃഗങ്ങളുമായിരിക്കും, മനുഷ്യരൊന്നും ഉണ്ടാവില്ല. മനുഷ്യന്മാരെല്ലാം ഈ മൃഗങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ചിറക്കും. ഒരു കാലത്ത് തിരിച്ചായിരുന്നു, മൃഗങ്ങളെ ഉൾവനത്തിലേക്കൂടെ നമ്മളൊക്കെ ഇവിടെ വന്നൊക്കെ കൂടിയ ആൾക്കാരൊക്കെയാണ്. തിരിച്ച് റിവേഴ്സ് ഒരു കാര്യം നടക്കാതിരിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും സത്വരമായ നടപടികൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെയും ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നമ്മുടെ എല്ലാവരുടെയും ആവശ്യവും. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ സ്തേഫാനോസ് തിരുമേനി, മലബാർ ഭദ്രാസനത്തിന് തിരുമേനി ഒരു പ്രാവശ്യം സ്വന്തം ദിവസം തമാശ രൂപയുടെ പറഞ്ഞു, കുർബാനയിലും പ്രാർത്ഥനയിലും ഒക്കെ ദുഷ്ടമനുഷ്യ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കൂടെ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമെന്ന് കുർബാനയിലേക്ക് ഒന്ന് ചേർത്ത് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേങ്കിൽ ഈ മൃഗങ്ങളൊക്കെ പുറകോട്ട് മാറുമെന്നൊക്കെ തിരുവേനി ഇങ്ങനെ പറയുന്നുണ്ടായി. സമീപകാലത്ത് സംസ്ഥാനത്തുടനീളം വന്യജീവികൾ മനുഷ്യജീവനെടുക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ്. സാധാരണക്കാരായ കർഷകർക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷിക്കുന്നതിന് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവതലമുറ ലഹരിക്ക് അടിമയാണ്. സമൂഹത്തെ കൂടുതൽ മലിനമാക്കുന്നത് ലഹരിയാണ്. തിന്മയെ സ്വീകരിക്കുന്ന സമൂഹമാണ് എന്നുള്ളത്. അന്ധകാരത്തിലേക്ക് പോയ ജനത വെട്ടിവിളങ്ങുന്ന പ്രകാശത്തിലേക്ക് വരേണ്ടതുണ്ട്. നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തുന്നവരായി മനുഷ്യർ മാറിയാൽ സമൂഹം മാറുമെന്നും നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ പ്രാർത്ഥനകൾ കൊണ്ട് കഴിയുമെന്നും ബാവ പറഞ്ഞു. തൃശൂർ ഭദ്രസാനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമിസ്, വികാരി ഫാദർ തോമസ് നിടിയ പാലയ്ക്കൽ, മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ, മേഖലയിലെ ഇടവക വികാരിമാർ എന്നിവർ കൂദാശ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.